ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. കുറേ നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് കല്യാണ തിരക്കായിരുന്നു. അപ്പം ഞാനിപ്പോഴാണ് തിരിച്ച് വന്നത്. കാനഡയിലേക്ക് ഞാൻ തിരിച്ചെത്തി ഇന്നെനിക്ക് ഓഫാണ്. ഇന്നാണ് ഒന്ന് ഇരുന്ന് എനിക്കൊന്ന് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാട്ടിൽ ഒരു മാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഓപ്ഷൻ പോലും എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുങ്ങല്ലൂർ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ പിന്നിൽ പറമ്പിൽ ഇഷ്ടം പോലെ ലൂബിക്ക് ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ജഗ്മോനെ വിളിച്ചുകൊണ്ട് വന്നാണ് ലൂബിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചാബിൽ ലൂബിക്ക് ഇല്ല. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. എനിക്ക് ലൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ചാറിട്ടിട്ട് കഴിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് പൊട്ടിക്കാൻ വേണ്ടി വന്നത് തന്നെ. ഞാനുണ്ടല്ലോ ഈ വീഡിയോയുടെ ആദ്യം കഴിച്ചില്ലേ, ഒരു കുഞ്ഞൊരു കറുത്തൊരു പഴം, അത് കിളിഞ്ഞാവൽ എന്നാട്ടോ പറയുക അതിന്. നമ്മുടെ ഞാവൽ പഴമില്ലേ ശരിക്കുള്ളത്, അത് കഴിക്കുമ്പോൾ നാക്കൊക്കെ ഇങ്ങനെ പർപ്പിൾ കളറാവില്ലേ, അതുപോലെ തന്നെ ആട്ടോ ഇതും. ഈ കുഞ്ഞിത് കഴിച്ചാലും ആവുക. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടേക്കണത് ഇങ്ങനത്തെ ഒരു സംഭവം. സ്വന്തം വീട്ടിൽ തന്നെ, പക്ഷെ ഞാനിപ്പോഴും ആദ്യമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ ലൂബിക്കയ്ക്ക് തരക്കേടില്ല, അത് പുളി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവൻ കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്തിട്ടും എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അവന് കഴിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും പറഞ്ഞത് ഇപ്പം ചായ കുടിച്ചേക്കാണ്, അതുകൊണ്ട് ആ ടേസ്റ്റ് കളയണ്ട, അതുകൊണ്ട് കഴിക്കണില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിന് ശേഷം കഴിച്ചു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പും കാന്താരി മുളകും ഇട്ടിട്ട് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ നല്ലോണം അലിഞ്ഞു പോവില്ലേ, എന്നിട്ട് അത് ചോറി കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ലൂബിക്ക എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞങ്ങൾ പണ്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീടുണ്ടായിരുന്നു. ആ വീട് ഇപ്പം ഇല്ല, അവരതൊക്കെ പൊളിച്ചു കളഞ്ഞു. ആ വീട്ടിൽ നമ്മളുടെ ഈ പറമ്പിലുള്ള ലൂബിക്ക എന്ന് പറഞ്ഞാൽ മരം തീരെ ചെറുതാണ്, മെലിഞ്ഞിട്ട്, പക്ഷെ അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ വീട്ടിലുണ്ടായിരുന്നത് ഭയങ്കര പൊക്കത്തിൽ നിറച്ച ഇലകൾ. ആ ഇലകളെക്കാളും കൂടുതൽ ലൂബിക്ക അതിൻ്റെ അകത്ത് ഉണ്ടാവണ സമയത്ത്. അത്രയും ഭംഗിയുള്ള മരമായിരുന്നു. അപ്പം ഞാനതിങ്ങനെ കുറേ നാളിങ്ങനെ കൊതി മൂത്തിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെന്ന് പൊട്ടിക്കാൻ പറ്റില്ല, അറിയാവുന്ന ആൾക്കാർ. എന്നാലും കയറി അവരില്ലാത്ത സമയത്തൊന്നും പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അവരുള്ള സമയത്താണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാറുമില്ല. അപ്പോൾ ആ ഒരു ഓർമ്മ, അതുകൊണ്ട് ലൂബിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ലൂബിക്കയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ല. നമ്മുടെ വീടിൻ്റെ പിന്നിൽ തന്നെ ഒരു കടയുണ്ട്, നമ്മൾ പറയുക പടിഞ്ഞാറപ്പീടിയ എന്നാണ് പറയുക. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. കുറച്ച് ചിപ്സും പിന്നെ നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ അശോക മരം ഇല്ലേ, നമ്മളുടെ ഇവിടെയുള്ളത് പൂവുണ്ടാവണതാ. കൊടുങ്ങല്ലൂരൊക്കെ പൂവുണ്ടാവണത് ഒരു മരത്തിനാട്ടോ അശോക മരം എന്ന് പറയുക. പക്ഷേ ഈ പഞ്ചാബിൽ ലൂധിയാനയിലൊക്കെ വേറൊരു തരത്തിലുള്ള ഒരെണ്ണത്തിന് അശോക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അത് കാണിച്ചു കൊടുത്തതാണ്. പിന്നെ അത്തി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അല്ല നേരിട്ടല്ല, ഡ്രൈ ഫിഗ് ഇല്ലേ, അതാണ് കണ്ടിരിക്കുന്നത്. പിന്നത്തെ കണ്ടിട്ടുള്ളത് ടി വിയിലാണ്, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കണ്ടതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ പച്ചപ്പും ഹരിതാപവും പ്രകൃതിനെയും രമണീനെയും ഒക്കെ ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ലുധിയാന എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ട്രാഫിക്കും പൊല്യൂഷനും ഒക്കെ അധികം തന്നെയാണ് അവിടെ. ഞാനവിടെ ചെന്ന് പിറ്റേ ദിവസം മുതൽ ചുമയ്ക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ ചുമയൊന്നും മാറിയത്, എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട്. ഈ കടയിൽ വന്നാണെങ്കിലോ എനിക്ക് പിന്നെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ സാധനങ്ങളും എടുക്കണം എന്ന് തന്നെ തോന്നുള്ളൂ. ഈ കട എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും പടിഞ്ഞാറപ്പീടിയ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും എന്താ പറയുക, നൊസ്റ്റു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിലപ്പുറം ഇതിനെ വർണ്ണിക്കാൻ വേറെ വാക്കില്ല. പേര് ഈ കടയുടെ ശ്രീലക്ഷ്മി എന്നാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും പടിഞ്ഞാറപ്പീടിയ പോകണമെന്നേ പറയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക്, അതായത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പവും സമോസയും പപ്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവൻ ജഗ്മോഹൻ നമ്മുടെ കേരളത്തിലെ പപ്സ് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അത് രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിലും സമോസേനേക്കാളും ഇഷ്ടം പപ്സാണ്.
അപ്പോൾ അത് അവന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചുമന്ന കളറിലുള്ള ബിസ്ക്കറ്റില്ലേ, അത് എരിവുള്ള ബിസ്ക്കറ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാം പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മെയിനായിട്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചിപ്സ് ഇല്ലേ, കായ വറുത്തതും ശർക്കര വരട്ടിയും, അത് രണ്ടും മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് അപ്പം ഞാനവിടെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് പാക്ക് ചെയ്ത് തരാൻ. കാരണം അവിടെ ഉണ്ടായിരുന്നത് ഫുള്ള് 1 കിലോയും 1/2 കിലോൻ്റെ ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം നമ്മളങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് കൊണ്ടുപോകണ്ടേ. 10 പേർക്ക് കൊണ്ടുപോയി അപ്പം ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു 10 പേർക്കുള്ളത് എനിക്ക് ചെറിയ ചെറിയ പാക്കറ്റിലേക്ക് ആക്കി തരാൻ പറഞ്ഞു. അപ്പം 250 താഴെയായിട്ടാണ് അവരെനിക്കത് ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അത് കൊണ്ടുവന്ന് തന്നു. അത്രയും നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളോട് വിശേഷമൊക്കെ പറഞ്ഞു നിൽക്കുമായിരുന്നു. ഇത് കുഞ്ഞിലേ മുതൽ വരുന്ന കടയായതുകൊണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പം 2 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നാട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ചേട്ടനും പിന്നെ ഓണർ ചേട്ടനും എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, ആ സൂര്യല്ലേ? ഞാൻ പറഞ്ഞു അതെ. ദൈവമേ, കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ, കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുമായിരുന്നു. ഭർത്താവിന് മലയാളം അറിയോ, പറഞ്ഞാൽ മനസ്സിലാവോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാ, നമുക്ക് കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം, പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ലേ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ നിന്ന് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ചേട്ടൻ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കനായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഊണ് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു. ഇത്രയും ദിവസം വീട്ടിലുണ്ടായിട്ടും മഴയൊന്നും കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മഴയൊന്ന് പെയ്തത് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പം ചേട്ടൻ ചോദിച്ചു അവൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്, അപ്പോൾ കോട്ടപ്പുറത്തേക്ക് പോവാണ്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതേ ഞങ്ങളും പിന്നാലെ ഇവരുടെ കൂടെ അങ്ങോട്ട് വന്നു. ചേട്ടനും അവൻ്റെ കൂട്ടുകാരനും കൂടെ അവരുടെ വഴിക്ക് പോയിട്ടോ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണുമായിരുന്നു. ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇവൻ വന്നിട്ടില്ല. ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ. പക്ഷെ അന്ന് കറക്റ്റായിട്ട് കാണാനോ അത്ര നേരം ഒന്നും ഇരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങളിവിടെ വന്നിരിക്കുക കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മഴയൊക്കെ പെയ്തതുകൊണ്ട് ചൂടൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂരുള്ളവർക്ക് അറിയുന്നുണ്ടാവും, കോട്ടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റുകളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ഹട്ട് മാതിരി ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ താഴെ സീറ്റ് ഉണ്ടല്ലോ, അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ബെഞ്ച് പോലെ ഇട്ടിട്ടുള്ളതും. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതിൻ്റെ അടിയിലൊന്നും ഇരിക്കാൻ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ആൾക്കാരായിരുന്നു. അപ്പം ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ അവിടുത്തെ പഞ്ചാബിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അതായത് അവിടെയൊന്നും എവിടെയും ഇപ്പം ഗ്രാമത്തിലേക്കൊക്കെ പോയാലും അവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലവും കാണാൻ കിട്ടില്ല എന്ന് പറയുമായിരുന്നു. എവിടെയും ഇങ്ങനത്തെ ഒരു സ്ഥലവും ഇല്ലയെന്ന്. അത് സത്യം തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് ചെന്നിറങ്ങിയപ്പം മുതൽ ഞാൻ ചണ്ഡീഗഡായിരുന്നു ഇറങ്ങിയത് ഫ്ലൈറ്റ്. അവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഗ്രീനറി കാണാമെന്നല്ലാതെ കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.